ആ നമ്മൾ വളരെ പരിമിതമായ ഒരു ബഡ്ജറ്റിൽ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളായ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ സഹകരിച്ച് ചെയ്തൊരു സിനിമയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത്. 15 ദിവസമേ ടോട്ടൽ സിനിമയ്ക്ക് ഷൂട്ടുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ അത്യാവശ്യം ആൾക്കാർ നല്ലത് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സൊക്കെ നല്ലതായി വർക്കായി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു ഒരല്പം ലാഗാണ്. മൊത്തത്തിൽ ഒരു സ്ലോ പരിപാടിയാണിത്. പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ് ആ സിനിമയ്ക്ക്. അതെല്ലാം നമുക്ക് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ വേഗത കൂടിയാൽ നമുക്ക് അക്സെപ്റ്റബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പേസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്ന് സഹിച്ചിരിക്കാൻ പറ്റിയാൽ സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ഉണ്ട്. അത് ആൾക്കാർക്ക് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി നല്ലതാണെന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ട എല്ലാ പ്രേക്ഷകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും അല്ല, എൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ റൈറ്റർ ആര്യ എന്ന പെൺകുട്ടി വന്ന് എന്നോട് ഈ കഥ പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്കറിയാം ഈ സിനിമ ഒരു കോൺവെർസേഷൻ ലീഡിങ് സിനിമയാണ്. കുറച്ച് ബോറിങ് ഏരിയകളൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ ഈ ഏരിയ എനിക്ക് ഭയങ്കര വർക്കായെന്ന് വെച്ചാൽ ഇത് പറയേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയപ്പെട്ടിട്ടില്ലാത്തതാണ്. ഒരു ലേഡി വന്നത് പറയുന്നത് കൊണ്ടാണെന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ്. അപ്പോഴാണ് ഞാൻ പോലും ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. അത് തന്നെയാണ് എനിക്ക് പ്ലസ്സായി തോന്നിയതും. അത് തന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ലീഡ് ചെയ്തത്. ഷംന എന്ന് പറയുന്ന ക്യാരക്ടർ സീക്വൻസും അത് എനിക്ക് ഭയങ്കര വർക്കായതായിരുന്നു സ്ക്രിപ്റ്റിൽ. അപ്പോൾ അതിലാണ് ഞാൻ വർക്ക് ചെയ്തതും പ്ലേ ചെയ്തതും ഒക്കെ. അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.